ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ്, നോമൻക്ലേച്ചർ. പലർക്കും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതുമായ ഒരു ടോപ്പിക്കാണ്. സോ അതിൻ്റെ പ്രൊസീജിയർ, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ. സോ ആദ്യം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ നോമൻക്ലേച്ചർ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ട്. സോ ആ റൂൾസ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഞാൻ എക്സാമ്പിളിലൂടെയാണ് അത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റൂൾസ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട റൂൾസ് എന്ന് പറയുന്നത്. റൂൾസ് ഞാൻ നമ്മൾ എക്സാമ്പിളിലൂടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നെയിമിങ്ങിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, ഈ മെയിനായിട്ട് ഇത്ര ലിഗാൻസിൻ്റെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നെയിമിങ് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ ഫ്ലൂറിനാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ഫ്ലൂറോ എന്നാണ്, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ അയഡോ. ഈ നെയിമിങ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഇതൊക്കെ എന്താണ്, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അകത്ത് വരുന്ന ലിഗാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഒന്നുകിൽ ന്യൂട്രൽ വരാം, അല്ലെങ്കിലോ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ വരാം. അപ്പം ഞാനിവിടെ എഴുതിയിട്ടുള്ളതൊക്കെ എന്താണ്, നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡ്സ് ആണ്. അതേപോലെ OH ആണ് വരുന്നതെങ്കിൽ നമ്മൾ വിളിക്കുക ഹൈഡ്രോക്സോ എന്നാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഈ NO2യുടെ കേസ് അറിഞ്ഞിരിക്കുക. NO2യുടെ കേസിൽ ഓക്സിജൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ നൈട്രിറ്റോ എന്നാണ് വിളിക്കുക. ഇനി അവിടെ നൈട്രജൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുക നൈട്രോ എന്നാണ്. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സയനൈഡ് CN ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക സയനോ എന്നാണ്. ഇവിടെ എന്ത് ചെയ്യാം, നൈട്രജനും എന്ത് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം. നൈട്രജൻ ആണ് അവിടെ കൊടുക്കുന്നത് എങ്കിൽ അതിനെ വിളിക്കുക ഐസോസയനോ എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ SCN വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുക തയോസൈനേറ്റ് അയോൺ ആണ്, പേര് വിളിക്കുക തരോസൈനേറ്റോ. ഇനി NCS ആണ് ഉണ്ടെങ്കിലോ ഐസോ തയോസൈനേറ്റോ, C2O4 ഓക്സലേറ്റോ, CO3 കാർബണേറ്റോ. ഇത്ര കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ ന്യൂട്രൽ ആയിട്ട് വരുന്ന മോളിക്യൂൾസ് ആണ്. ഏതൊക്കെയാണ്, വാട്ടർ വന്നാൽ നമ്മൾ വിളിക്കുക അക്വ എന്നാണ്, അമോണിയ വന്നാൽ അമീൻ, 2M ഉണ്ട് അമീൻ. ഓക്കെ, NO വന്നാൽ നൈട്രോസിൽ, CO കാർബൺ മോണോക്സൈഡ് വന്നാൽ കാർബണിൽ എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടതാണ് EN. എന്താണ് EN എന്ന് പറഞ്ഞാൽ, ഈതെയിൻ 1,2 ഡയമീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 നൈട്രജൻ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ബേസിക് ആയിട്ടുള്ള നെയിമിങ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിമിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ഇനി നമ്മൾ ലാഗ് ചെയ്യുന്നില്ല, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മളെപ്പോഴും എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 3 ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെയാണ്, ഒരു മെറ്റൽ ഉണ്ടാവും, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടായിരിക്കും, പിന്നെയോ ലിഗാൻഡ് ഉണ്ടായിരിക്കും, പിന്നെയോ ഈ 2 ആൾക്കാർ വരുന്ന ഒരു സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മളതിനെ കോർഡിനേഷൻ സ്പിയർ എന്നാണ് വിളിക്കുക, അല്ലേ. ഇതിന് പുറത്ത് ആരുണ്ട്, ഈ മെറ്റലിൻ്റെയും ലിഗാൻഡും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടർ അയോൺസും കൂടെ എഴുതാം. ഇത്രയും ആൾക്കാരെ നിങ്ങൾക്ക് എന്തറിയണം, ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ കണ്ടെത്താൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഈ നിക്കലാണ് എന്ത്, സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ CO എന്ന് പറയുന്ന ആളാണ് എന്ത്, എൻ്റെ ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല, കൗണ്ടർ അയോൺസുകൾ ഇല്ല. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും നെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം NaCl, ഇതിനെന്താ നമ്മൾ പേര് വിളിക്കുക, സോഡിയം ക്ലോറൈഡ്. ഇതിൽ നിങ്ങൾക്കറിയാം, ഈ സോഡിയം എന്ന് പറയുന്ന ആൾ എന്താണ്, പോസിറ്റീവ് ചാർജ് വരുന്ന ആളാണ്, അല്ലേ. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കാറ്റയോൺ, അല്ലേ. ഇതാണെങ്കിലോ നെഗറ്റീവ് ചാർജ് വരുന്ന ആളാണ്. നെഗറ്റീവ് ചാർജ് വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക, ആനയോൺ. സോ നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യം നമ്മൾ കൊടുക്കുക കാറ്റയോണിനാണ്, അതിനുശേഷമാണ് എന്ത് ചെയ്യുക, ആനയോണിന് നെയിമിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ നെയിമിങ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന കോർഡിനേറ്റ് കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള ലിഗാൻഡിനാണ് ഫസ്റ്റ് നിങ്ങൾ നെയിം കൊടുക്കേണ്ടത്. സോ ഇവിടെ എത്ര ലിഗാൻഡ് ഉണ്ട്, CO ആണ് ലിഗാൻഡ് ഉള്ളത് നിങ്ങൾക്കറിയാം, കാർബൺ മോണോക്സൈഡ് ആണ് നമ്മളെ ലിഗാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. 4 എണ്ണം വന്നാൽ നമ്മൾ ടെട്ര എന്നാണ് വിളിക്കുക. സോ നെയിമിങ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ടെട്ര എന്നെഴുതി. ടെട്ര എന്ന് പറഞ്ഞാൽ ഇതാ ഈ 4 എണ്ണത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി CO വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ അതിനെ വിളിക്കുക, കാർബണിൽ. ഓക്കെ,
കാർബണിൽ നിന്നാണ് 4 എണ്ണം വന്നാൽ നമ്മൾ CO എന്ന് പറയുന്ന ആളെ വിളിക്കുക കാർബണിലാണ്. 4 എണ്ണം വന്നതുകൊണ്ട് തന്നെ ടെട്ര എന്ന് വിളിച്ചു. ഇനി സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്? നിക്കലാണ്. അപ്പം ടെട്രാ കാർബണൈൽ നിക്കൽ. കഴിഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ നമ്പറും കൂടെ കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എപ്പോഴും റോമൻ ലെറ്റേഴ്സിലേ നമ്മൾ എഴുതുള്ളൂ. സോ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയണം, ന്യൂട്രൽ ആയിട്ട് വരുന്ന മോളിക്യൂൾസിനെ അറിയണം. ഇവിടെ നിങ്ങൾക്ക് അറിയാം CO എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂട്രൽ മോളിക്യൂളാണ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് വേറെ ആരും ഇല്ലല്ലോ, കൗണ്ടർ അയോൺസ് ഒന്നും ഇല്ലല്ലോ. സോ ഇവിടെ നിക്കലിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ നെയിമിങ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നിങ്ങൾ നോക്കിക്കുക, ഇതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്. ആരൊക്കെ ഉണ്ട്? സെൻട്രൽ മെറ്റലാറ്റം ഉണ്ട്, അതേപോലെ തന്നെ ലിഗാൻഡ് ഉണ്ട്, നമ്മളെ കൗണ്ടർ അയോണുകളും ഉണ്ട്. ആരാണ് സെൻട്രൽ മെറ്റലാറ്റം? CO ആണ്. ആരാണ് ലിഗാൻഡ്? NH3 ആണ്. ആരാണ് കൗണ്ടർ അയോൺ? Cl3 ആണ്, അല്ലെങ്കിൽ ക്ലോറിൻ ആണ്. ക്ലിയർ? ഇനി എങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെയാണ് നമ്മൾ നെയിം കൊടുക്കുക? എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം അല്ലേ? 6 എണ്ണം വന്നാൽ നമ്മൾ എന്താ വിളിക്കുക? ഹെക്സ. ഇനി NH3 അല്ലേ? NH3 എന്നാൽ അമോണിയ എന്ന് എഴുതരുത്, പകരം എന്ത് എഴുതണം? അമീൻ. ഓക്കെ, അടുപ്പിച്ചങ്ങ് എഴുതുക, ഹെക്സ അമീൻ. അപ്പോൾ ആര് കഴിഞ്ഞു? ലിഗാൻഡ് കഴിഞ്ഞു. ഇനിയോ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സെൻട്രൽ മെറ്റൽ ആറ്റം നോക്കുക, ആരാണ്? CO അല്ലേ? CO വന്നാൽ ആരാണ്? കൊബാൾട്ടാണ്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എന്തില്ല? ചാർജ് ഇല്ല, ന്യൂട്രലാണ്. അപ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ട ആള് CO NH3 6 ടൈംസ് Cl3, ഇങ്ങനല്ലേ? അപ്പോൾ ഇതിൻ്റെ ചാർജ് എനിക്കറിയാം എന്താണ്? 0 ആണ്. സോ ഇതിൻ്റെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാനതിനെ X എന്ന് വിളിച്ചു. ഇനി അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഇനിയോ ഇവിടെ ക്ലോറിനെ നിങ്ങൾക്കറിയാം ഒരു നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡ് ആണ്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്, ഈക്വൽ ടു 0. വേറെ ചാർജുകളൊന്നുമില്ല. സോ എന്ത് വരും? X - 3 ഈസ് ഈക്വൽ ടു 0, X ഈക്വൽ ടു +3. സോ കൊബാൾട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താ വരിക? 3 ആണ്. ഇപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ നെയിമിങ് കഴിഞ്ഞു. ഇനി ആരുണ്ട്? Cl ഇല്ലേ? Cl വന്നാൽ നമ്മൾ വിളിക്കുക ക്ലോറൈഡ്. സോ നെയിം എന്ന് പറയുന്നത് എന്ത് വരും? ഹെക്സ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വന്നാലോ? 2 ലിഗാൻസ് വന്നാലോ? 2 ലിഗാൻസും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ? നെയിമിങ് ചെയ്യാൻ. ഇപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എത്ര ഉണ്ട്? നിങ്ങൾക്ക് എപ്പോഴും തരുന്നതും മെജോറിറ്റി കേസിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആരൊക്കെ ഉണ്ട്? 2 ലിഗാൻഡുകളുണ്ട്. ആരൊക്കെ ഉണ്ട്? NH3 ഉണ്ട്, Cl ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് എത്ര എണ്ണം ഉണ്ട്? NH3 എത്ര എണ്ണം ഉണ്ട്? പെൻറ്റ. ഇനി NH3 അല്ലേ? NH3 വന്നാൽ നമ്മൾ എന്താ എഴുതുക? അമീൻ. അപ്പം പെൻറ്റ അമീനായി. ഇനി ആരാ ഉള്ളത്? Cl അല്ലേ? Cl വന്നാൽ നമ്മൾ എന്താ വിളിക്കുക? ക്ലോറിഡോ. മാറിപ്പോവരുത്, പെൻറ്റ അമീൻ ക്ലോറിഡോ. ഇനി ആരാ സെൻട്രൽ മെറ്റൽ ആറ്റം? ആരാണ്? കൊബാൾട്ട് അല്ലേ? CO എന്ന് പറഞ്ഞാൽ കൊബാൾട്ട്. ഇനി എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? CO NH3 5 ടൈംസ് Cl2 ഇങ്ങനെയല്ലേ എഴുതിയിട്ടുള്ളത്. ഇതിൽ NH3 എന്ന് പറയുന്ന ആളാരാണ്? ന്യൂട്രൽ ആണ്. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കൊബാൾട്ടിൻ്റെ ആണ്. സോ എങ്ങനെ എഴുതാം? X പ്ലസ് 5 × 0 പ്ലസ് ഒരു Cl പുറത്തില്ലേ? ഈ Cl ഇല്ലേ? സോ 1 × -1. പിന്നെയോ ഇവിടെ ഒരു 2 എണ്ണം ഉണ്ട്. അപ്പം 2 × -1 ഈസ് ഈക്വൽ ടു 0. കൂട്ടി നോക്കിയാൽ എത്ര വരിക? X - 1 - 2 ഈസ് ഈക്വൽ ടു 0, X ഈക്വൽ ടു 3. സോ ഇവിടെ കൊബാൾട്ടിൻ്റെ എന്ത് വരും? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 3 ആണ് വരിക. ഇനിയോ ഇവിടെ ആരുണ്ട്? Cl2 ഇല്ലേ? Cl2 വന്നാൽ നമ്മൾ എന്ത് വിളിക്കും? ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ നെയിമിങ് കൊടുക്കുക. സോ ഇതിൻ്റെ പേരെന്താ വരിക? പെൻറ്റ അമീൻ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ? നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തതിലൊക്കെ എന്താണ്? കൗണ്ടർ അയോൺസ് നമ്മൾ വരുന്നത് ഈ റൈറ്റ് സൈഡിൽ എഴുതിയത്. ഇനി ലെഫ്റ്റിൽ വന്നാലോ? വ്യത്യാസമൊന്നുമില്ല. നിങ്ങളിവിടെ എന്ത് ചെയ്യുക? പൊട്ടാസ്യം എന്ന് മാത്രം എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതണം? പൊട്ടാസ്യം. അത് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇയാളുടെ അത് കഴിഞ്ഞു. ഇനിയോ നേരത്തെ പറഞ്ഞ സെയിം ഐഡിയ. എത്ര എണ്ണം ഉണ്ട്? ലിഗാൻഡിന് വേണം എപ്പോഴും ഫസ്റ്റ് നെയിമിങ് കൊടുക്കാൻ. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 എണ്ണം വന്നാൽ നമ്മൾ എന്താ വിളിക്കുക? ഹെക്സ. ഹെക്സ പൊട്ടാസ്യം ഹെക്സ. ഇനി CN അല്ലേ? CN വന്നാൽ നമ്മൾ എന്താ വിളിക്കുക? സയനിഡോ. ഓക്കെ, സയനിഡോ. സയനിഡോ. ഇനി എന്ത് ചെയ്യാം? അയൺ അല്ലേ? അയൺ വന്നാൽ നമ്മൾ എപ്പോഴും
ഫ്രം എന്നാണ് വിളിക്കുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്ന സമയത്ത് ഈ എഴുതിയിരിക്കുന്നത് എന്താണ്, ആനയോണിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ ATE വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എൻഡ് ചെയ്യാൻ. സോ ഫെറൈറ്റ് എന്ന് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ എഴുതാൻ. ഇപ്പോൾ കൊബാൾട്ടാണ് വരുന്നതെങ്കിൽ കൊബാൾട്ടേറ്റ്, ആ രീതിക്ക് വേണം ATE വേണം എന്ത് ചെയ്യാൻ, ഫൈനലി എൻഡ് ചെയ്യാൻ. ഇനിയോ എന്ത് കണ്ടുപിടിക്കണം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, പൊട്ടാസ്യത്തിൻ്റെ ചാർജ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്താണ് വരിക, 3 വരിക. ഇനി CN ആണെങ്കിൽ എപ്പോഴും എന്തുണ്ട്, മൈനസും ഉണ്ട്. സോ ബാക്കി എത്ര വരും, ഇവിടെ 3 അല്ലേ വരിക, അല്ലേ, ഇവിടെ 6 മൈനസും ഇവിടെ 3 പ്ലസും, സോ 3 ആണ് വരിക. സോ ഇതേ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ നെയിമിങ് കൊടുക്കുക, പൊട്ടാസ്യം ഹെക്സാസൈനിഡോ ഫെറൈറ്റ്. ഫൈനലി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് EN എന്ന് പറയുന്ന ആൾ വരുന്ന സമയത്ത് എന്താണ് EN, ഈത്തേൻ 1, ഡൈഅമീൻ. ഇത് വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം 2 ഡൈ അമീൻ എന്ന് പറയുമ്പോൾ ഡൈ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ENൻ്റെ 2 വരുന്നതെങ്കിൽ നമ്മളവിടെ എപ്പോഴും യൂസ് ചെയ്യുക ബിസ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. 3 വരുന്നതെങ്കിൽ ട്രിസ് എന്ന് പറഞ്ഞാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെയിമിങ് എങ്ങനെയായിരിക്കും വരിക, ഇവിടെ നോക്കിയാൽ ആരൊക്കെ വന്നിട്ടുണ്ട്, ക്ലോറിനും ഉണ്ട് ENനും ഉണ്ട്. സോ നമ്മൾ നമ്പർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫസ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്ന സമയത്ത് ക്ലോറിൻ്റെ ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. സോ എന്ത് വരും, ഡൈ ക്ലോറിഡോ. ഓക്കെ, ഡ്രൈ ക്ലോറിഡോ. ഇനിയോ 2 വന്നതുകൊണ്ട് തന്നെ ENൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ENൻ്റെ കേസിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ബിസ് എന്ന് പറഞ്ഞ് വേണം കൊടുക്കാൻ. ഇനി ബിസ് എന്ത് കൊടുക്കുക, നമ്മൾ ENൻ്റെ ഫുൾ ഫോം എന്താണ്, ഈത്തേൻ 1, 2 ഡൈ അമീൻ, ഈത്തേൻ 1, 2 ഡൈ അമീൻ. ഇനിയോ സെൻട്രൽ ആരാണ്, കൊബാൾട്ടാണ് അല്ലേ. സോ കൊബാൾട്ട്, അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്കറിയാം EN എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈഡെൻഡേറ്റ് ആണ് അല്ലെ, ഡൈഡെൻഡേറ്റ് ആണ് അല്ലേ. അപ്പം ഇവിടെ ENൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാളെന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂട്രലാണ്, ചാർജ് ഇല്ലാത്ത ആളാണ്. സോ ഇവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെതെന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ആരേ ഉള്ളൂ, ക്ലോറിൻ അല്ലേ ഉള്ളൂ, ആകെ മൊത്തം 3 ക്ലോറിൻ അല്ലേ. സോ കൊബാൾട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 3 ആണ് വരിക. പിന്നെയോ ആര് പുറത്തുണ്ട്, ക്ലോറിൻ പുറത്തുണ്ട്. സോ ക്ലോറിഡോ. സോ പേര് എഴുതുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ വരിക, ഡൈ ക്ലോറിഡോ ബിസ് ഈത്തേൻ 1, 2 ഡൈഅമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്, ക്ലോറിഡോ എന്നല്ല ക്ലോറൈഡ്, 3 ക്ലോറൈഡ്. ഈ രീതിക്കാണ് എന്ത് ചെയ്യുക, നമ്മൾ നെയിമിങ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാലോ. ഈ 2 ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു സ്ട്രക്ചർ തന്നാൽ അതിൻ്റെ നെയിമിങ് എഴുതാൻ നമ്മൾ പഠിച്ചു. ഇനി നേരെ തിരിച്ചും തരാം, എങ്ങനെ, നിങ്ങൾക്ക് നെയിം തരാം, എന്നിട്ട് എന്ത് ചെയ്യാം, സ്ട്രക്ചർ എഴുതാനും ചോദിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4 ചോദ്യങ്ങളും കൂടെ ചെയ്തിട്ട് നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് എന്താണ്, ടെട്രാ അമീൻ അക്വ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ് അല്ലേ. കുറേ ആൾക്കാരുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടെട്രാ അമീൻ അല്ലേ, ടെട്രാ അമീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, NH3 എന്ന് പറയുന്നത് എത്ര വരും, 4 ടൈംസ് വരുമല്ലോ. പിന്നെയോ അക്വ ആരാണ്, H2O ആണ്. ക്ലോറിഡോ ആരാണ്, ക്ലോറിനാണ്. ഇനിയോ കൊബാൾട്ട് 3 എന്നാണ്. അപ്പോൾ കൊബാൾട്ടാണ് എന്ത്, നമ്മളെ സെൻട്രൽ മെറ്റൽ ആറ്റം. നിങ്ങൾ ശ്രദ്ധിക്കണം, CO എന്ന് എഴുതുന്നതും CO എന്ന് എഴുതുന്നതും ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മളെ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ആയി. ഇനി പുറത്ത് ആരുണ്ട്, ക്ലോറൈഡ് ഉണ്ട്. കഴിഞ്ഞോ, ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് കൗണ്ടർ അയോൺസ് ഇനി കൂടുതലാണോ അല്ലെങ്കിൽ ആ സ്ഫിയറിന് എന്തെങ്കിലും ചാർജ് ഉണ്ടോ ഉള്ളതും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം. ഇവിടെ നോക്കിയേ, NH3 എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂട്രലാണ്. H2O എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂട്രലാണ്. പിന്നെ ആരുണ്ട്, Cl ഇല്ലേ, ഇവിടെ ഒരു Cl ഇല്ലേ. ഇവിടെ കൊബാൾട്ടിൻ്റെ എത്രയാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൊബാൾട്ടിൻ്റെ നോക്കിയാൽ നിങ്ങളിവിടെ +3 ആണ്, ഇവിടെയോ -1 ആണ്. അപ്പോൾ നോക്കിയാൽ എത്ര എണ്ണം കുറവുണ്ട്, 2 കുറവില്ലേ. എന്നാലും ഇത് ന്യൂട്രൽ ആവുള്ളൂ, വേറെ ചാർജുകളൊന്നും തന്നിട്ടില്ലല്ലോ. സോ ഈ കൗണ്ടർ അയോണുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സോ ഇവിടെ +3 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. സോ എത്ര എണ്ണം വരും, ബാക്കി 2 വരൂലേ. സോ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ Cl2 എന്നാണ് വരിക, Cl അല്ല വരിക. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് 1 ആണെന്നുണ്ടെങ്കിലോ ഇതേപോലെ എന്താണ്, പൊട്ടാസ്യം. സോ ഞാൻ ആദ്യം തന്നെ കൗണ്ടർ അയോണുകളുടെ എണ്ണം എഴുതി, പൊട്ടാസ്യം ജസ്റ്റ് K എന്ന് എഴുതുക. ഇനിയോ ട്രൈ ഓക്സിഡറ്റോ അലൂമിനേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അലൂമിനിയം ആണ് എന്ത് വരുന്നത്, നമ്മളെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. ഇനി ഓക്സിഡറ്റോ എന്നല്ലേ പറഞ്ഞുള്ളത്, ഓക്സിഡറ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം C2O4 ആണ്.
ഇനി എത്ര എണ്ണം ഉണ്ട്? ട്രൈ ആവാൻ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? എത്ര കൗണ്ടർ അയോൺസും കൂടെ ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കിയേ, അലൂമിനിയത്തിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താ വരിക? +3 അല്ലേ വരിക? തന്നിട്ടുണ്ട് ഓൾറെഡി. C2O4 ഒരാളതാണ് എന്ത് വരുന്നത്? 2- വരുന്നത്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ? സോ ഇവിടെ നെറ്റ് എത്ര വരും? -6 വരൂലേ? ഇവിടെ 3ഉം ഇവിടെ -6ഉം. സോ എത്ര വരും? 3 ബാക്കി വരൂലേ? 3 ബാക്കി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? K3 എന്ന് വേണം എഴുതാൻ. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ലാസ്റ്റ് വൺ നോക്കിയേ, അമീൻ, ബ്രോമിഡോ, ക്ലോറിഡോ, നൈട്രിറ്റോ, പ്ലാറ്റിനേറ്റ് അല്ലേ? വലിയൊരു കോമ്പൗണ്ടാണ്. അപ്പം നമുക്ക് ഇതിൽ മനസ്സിലായി സെൻട്രൽ മെറ്റലാറ്റ് ആരാണ്? പ്ലാറ്റിനമാണ്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ എന്താണെന്നുള്ളത്? അമീനാണ്. അമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം NH3 ആണ്. ഇനി ബ്രോമിഡോ Br, ക്ലോറിഡോ Cl, ഇനിയോ നൈട്രിറ്റോ N ആണ്. നൈട്രിറ്റോ N എന്ന് പറഞ്ഞാൽ NO2 ആണ് കേട്ടോ. നൈട്രിറ്റോ N ഇത്ര എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ കൗണ്ടർ അയോൺസ് നമുക്ക് തന്നിട്ടില്ല. സോ ന്യൂട്രൽ ആണോ എന്താണെന്ന് നോക്കാം നമുക്ക്. പ്ലാറ്റിനത്തിൻ്റെ കേസിൽ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട് അല്ലേ? ബ്രോമിൻ്റെ കേസിലാണെങ്കിലോ ഇവിടെ -1 ആണ്, ഇവിടെ എന്താണ്? -1 ആണ്. നൈട്രിറ്റോൻ്റെ കേസിൽ NO2ൻ്റെ കേസിലും ഇവിടെ -1 ആണ്. സോ ഇവിടെ നോക്കിയേ, ഇൻ ടോട്ടൽ വരുന്ന സമയത്ത് എന്ത് വരും? ഒരു മൈനസ് എക്സ്ട്രാ വരുന്നില്ലേ? 2 - 3 അല്ലേ വരിക? അപ്പോൾ ഇവിടെ മൈനസ് എക്സ്ട്രാ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മൈനസ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഈ കാര്യം വിട്ടുപോകരുത്, തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മളിങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിന് ചാർജ് എത്ര ഉണ്ട് അല്ലെങ്കിൽ കൗണ്ടർ അയോൺസിൻ്റെ എണ്ണം എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഓക്സിഡേഷൻ നമ്പറും കൂടെ ജസ്റ്റ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് വൺ നോക്കിയേ, എന്താ പറഞ്ഞത്? ഡൈക്ലോറിഡോ ബിസ് ഈത്തേൻ 1,2 ഡൈഅമൈൻ പ്ലാറ്റിനം നൈട്രേറ്റ്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. ഫസ്റ്റ് സെൻട്രൽ മെറ്റലാറ്റ് ആരാണ്? പ്ലാറ്റിനം ആണല്ലോ. ഇനി ആരാ തന്നിട്ടുള്ളത്? ഡൈക്ലോറിഡോ എന്ന് വെച്ചാൽ എന്ത് വരും? Cl2. ഇനി ബിസ് ഈത്തേൻ 1,2 ഡൈഅമൈൻ, അപ്പോൾ എന്ന് വെച്ചാൽ എന്താ വരിക? En 2 പ്രാവശ്യം. കഴിഞ്ഞോ? ഇല്ല, ഇനി ആരുണ്ട്? നൈട്രേറ്റ് ഉണ്ട്. സോ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം NO3 ആണ് വരിക കേട്ടോ. നൈട്രേറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അതും കൂടെ നോക്കാം. ഇവിടെ നോക്കിയാൽ പ്ലാറ്റിനം എത്രയാണ് തന്നിട്ടുള്ളത്? +4 ആണ്. ക്ലോറിൻ്റെ നിങ്ങൾക്കറിയാം -1 ആണ് ഒരാൾക്ക് വരിക. സോ 2 എണ്ണം വരുന്നതുകൊണ്ട് തന്നെ -2 വരും. ഇനിയോ En ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. സോ ഇവിടെ നോക്കിയേ, എന്ത് വന്നു? 2 എണ്ണം കുറവ് വന്നില്ലേ? ആ 2 എണ്ണമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ കൗണ്ടർ അയോൺസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ NO3 എത്ര വരും? ട്വൈസ് വരും. NO3 മാത്രമല്ല, അവിടെ 2 എണ്ണം വരാൻ കാരണം ഈ ചാർജിൽ വരുന്ന വ്യത്യാസമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് IUPAC നെയിമിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസും കൂടുതൽ അറിവുകൾക്കുമായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.